സോ ഫ്രണ്ട്സ്, ആദ്യമേ തന്നെ ഞാൻ സിംഗപ്പൂരിനെ കുറിച്ച് ജസ്റ്റ് ബേസിക് സിംഗപ്പൂരിൻ്റെ ഒരു പ്രധാന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഷിപ്പിംഗ് അഥവാ ലോജിസ്റ്റിക് ആണ്. അതായത് വിവിധ രാജ്യങ്ങളിലേക്ക് കാർഗോ വഴി സാധനങ്ങൾ എത്തിക്കുന്നത് സിംഗപ്പൂരിലാണ്. അക്കാര്യത്തിൽ ലോകത്തിലെ വളരെ തിരക്കേറിയ ഒരു ഷിപ്പിംഗ് സെൻ്ററാണ് സിംഗപ്പൂരിലേത്. അവിടുത്തെ ഏറ്റവും വലിയൊരു ബിസിനസ്സും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളരെ മുന്നിൽ നിർത്തുന്നതും ഈ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതകളും ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഗപ്പൂർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഐലൻഡ് രാജ്യമാണ്. അതായത് നമ്മുടെ സിംഗപ്പൂരിൻ്റെ ടോട്ടൽ ഏരിയ നമുക്കിപ്പോൾ നോക്കാം. അതായത് ടോട്ടൽ 721.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ചെറിയ ഐലൻഡ് രാജ്യമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 38,863 കിലോമീറ്റർ ആണ് നമ്മുടെ ടോട്ടൽ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സിംഗപ്പൂർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഏരിയ മാത്രമാണുള്ളത്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ മൂന്നിലൊരു ഭാഗം പോലും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ സിംഗപ്പൂരിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരുപാട് ഇന്ത്യക്കാരും അതുപോലെ മറ്റ് രാജ്യക്കാരൊക്കെ സിംഗപ്പൂരിലേക്ക് ജോലിക്ക് പോകുന്നു എന്നുള്ളതിനുള്ള മറ്റൊരു മറുപടിയാണ്. അതായത് സിംഗപ്പൂരിലെ കറൻസി എന്ന് പറയുന്നത് ഡോളറാണ്. അപ്പോൾ ഒരു സിംഗപ്പൂർ ഡോളറിന് നമ്മുടെ നാട്ടിലെ, അതായത് ഇന്ത്യയിലെ 54.60 ആണ് റേറ്റ് വരുന്നത്. അതായത് ഒരു സിംഗപ്പൂർ ഡോളറിന് 54 രൂപയ്ക്ക് മുകളിൽ റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളായ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളായ സൗദി അല്ലെങ്കിൽ UAE പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ ഒരു റിയാൽ അല്ലെങ്കിൽ ഒരു ദർഹംസിനൊക്കെ നമ്മുടെ നാട്ടിൽ 18 രൂപ 19 രൂപയാണ് വില വരുന്നത്. എന്നാൽ ഏഷ്യയിലെ തന്നെ മറ്റൊരു രാജ്യമായ ഈ സിംഗപ്പൂറിന് അവിടുത്തെ ഡോളറാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. ആ ഒരു ഡോളറിന് നമ്മുടെ നാട്ടിൽ 54 രൂപയ്ക്ക് മുകളിൽ വില വരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറെ ഒന്ന് രണ്ട് രാജ്യങ്ങൾ കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ഒരു ഡോളർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 52 രൂപയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മുടെ സിംഗപ്പൂർ എന്തുകൊണ്ടും മുന്നിലാണ്. അപ്പോൾ നമുക്ക് സിംഗപ്പൂരിലെ ഒരു ഡോളറിന് നമുക്ക് 54.60 റേറ്റ് വരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ അതിനേക്കാളും കുറവാണ്. പിന്നെ നമുക്ക് കാനഡ നോക്കാം. കാനഡയിലെ ഒരു ഡോളറിന് നമ്മുടെ നാട്ടിൽ 55.81 ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ കറൻസി വാല്യൂ ഏകദേശം സിമിലർ ആണ്, ഏകദേശം അടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കാനഡ ആയാലും അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആയാലും അതല്ല സിംഗപ്പൂർ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയയുടെയും അതുപോലെ തന്നെ കാനഡയുടെയൊക്കെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു രാജ്യമായി തന്നെ നമുക്ക് സിംഗപ്പൂരിനെയും കണക്കാക്കാവുന്നതാണ്. എന്നാൽ വേറൊരു കാര്യമുള്ളത്, ഓസ്ട്രേലിയയും കാനഡയും ഏഷ്യയിൽ വരുന്ന കൺട്രീസുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ തന്നെ പറഞ്ഞതുപോലെ സിംഗപ്പൂർ എന്ന് പറയുന്നത് ഏഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സിംഗപ്പൂരിൽ ഒരു ജോലിക്ക് പോകുകയാണെന്ന് വിചാരിച്ചാൽ തന്നെ ഇപ്പോൾ നമുക്കൊരു $2,000 സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കൊരു $1,000 അവിടെ എക്സ്പെൻസ് ആയാൽ പോലും ബാക്കിയുള്ള $1,000 നമുക്ക് ഏകദേശം സേവ് ചെയ്യാനും നമുക്ക് നാട്ടിലെത്തിക്കാനും സാധിക്കും. ഇപ്പോൾ $1,000 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നാട്ടിലെ ഏകദേശം 54,602 രൂപ എന്നുള്ള ഒരു കണക്കാണ് വരുന്നത്. അപ്പോൾ ഈ വക കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻസിനെയും അതുപോലെ മറ്റ് രാജ്യക്കാരെയും ഒക്കെ കൂടുതലായിട്ട് സിംഗപ്പൂരിലേക്ക് ആകർഷിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സിംഗപ്പൂർ ജോലി കണ്ടെത്താനുള്ള ചില പ്രധാന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഈ ലിങ്ക് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ബീം, അതുപോലെ കരിയർ ബിൽഡർ, പിന്നെ ഫ്രീലാൻസ് ഓൺ ഗംട്രി, ഇൻഡീഡ് സിംഗപ്പൂർ, ജോബിനസ്, ജോബീസ്, ജോബ് ഇന്ത്യ, ജോബ് സ്ട്രീറ്റ് സിംഗപ്പൂർ, മോൺസ്റ്റർ സിംഗപ്പൂർ, ST ജോബ്സ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ആൾക്കാർ ചെക്ക് ചെയ്യുന്ന ചില വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബാക്കിയുള്ളതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ജോലി സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ കണ്ടെത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ CV അതുപോലെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ സിംഗപ്പൂരിലുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയറിന് താല്പര്യം തോന്നുവാണെന്നുണ്ടെങ്കിൽ അവർ ഒരു സ്കൈപ്പ് ഇൻ്റർവ്യൂവിലൂടെ നിങ്ങളെ സെലക്ട് ചെയ്യുകയും, അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ, ഫ്ലൈറ്റ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഫ്ലൈറ്റ്
കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലിക്ക് പോകാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ മേലൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ഹയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് മാക്സിമം ഈ വക വെബ്സൈറ്റുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ ജോബ് സ്ട്രീറ്റ് സിംഗപ്പൂർ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഒന്ന് കാണിക്കാം. ഇത് വളരെ ഫേമസ് ആണ്. കൂടുതലായിട്ട് സിംഗപ്പൂരിലേക്ക് ജോലിക്ക് നോക്കുന്നവർ കൂടുതലായിട്ട് നോക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുന്നത്. അതിനകത്ത് ഇവിടെ നമുക്ക് ജോബ് നമുക്ക് സെർച്ച് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഒരു അക്കൗണ്ടൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അക്കൗണ്ടൻ്റ് ജോബിന് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതേ കണ്ടില്ലേ, ഇതിനകത്ത് 3864 ജോബ് വേക്കൻസിയാണ് അക്കൗണ്ടൻറ്റിന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പലതിനും വിത്ത് സാലറി വരെ കാണിക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഇതിനകത്ത് SGD 4000 മുതൽ 5800 മന്ത്ലി സാലറി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ SGD 3500, SGD എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ഡോളർ എന്നാണ്. 3500 മുതൽ 3800 വരെ സാലറി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. പിന്നെ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചിലതിനകത്ത് അവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ഈ റിക്വയർമെൻറ്റിനകത്തോ മറ്റോ കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ, ഓൺലി സിംഗപ്പൂരിയൻ മേ അപ്ലൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് വെറുതെ സമയം പാഴാക്കാതിരിക്കുക. കാരണം ഇത് അവർ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ലോക്കൽ സിംഗപ്പൂരിയൻ ആൾക്കാർ അല്ലെങ്കിൽ ചൈനീസ് ആൾക്കാരെ മാത്രമേ ഹയർ ചെയ്യൂ എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇതുപോലുള്ള വേക്കൻസീസ് കാണുവാണെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്യുക. നമുക്ക് പകരം വേറൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വേറൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിംഗപ്പൂരിയൻസ് ഉള്ളി എന്ന് കൊടുക്കാത്ത ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ റിക്വയർമെൻറ്റിനകത്ത് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവം നമ്മളിതിനകത്ത് കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാത്ത സംഭവങ്ങൾ മാത്രം ഒന്നെടുത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് സാലറി 3000 മുതൽ 4200 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ എത്ര വരും എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ SGD to INR, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ സാലറി 3000 മുതൽ 4200. ഇപ്പം നമുക്ക് ആ ബേസിക് സാലറി 3000 തന്നെ നോക്കാം. 3000 ആണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ ഏകദേശം 1,63,769 രൂപയോളം നമുക്ക് സാലറി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കമ്പനി അക്കോമഡേഷനോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ 3000 മുതൽ 4200 വരെ എന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു 3500 3800 കിട്ടുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതനുസരിച്ച് ഈ എമൗണ്ടിൽ വ്യത്യാസം വരും. ഇപ്പം 3500 ആണെന്നുണ്ടെങ്കിൽ 1,91,000 സംതിങ് ആണ് വരുന്നത്. അതുപോലെ 3800 ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് 2,00,000 പുറത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമുക്ക് സാലറി നോക്കി ഇതാക്കാൻ പറ്റുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ ഇതിനകത്ത് ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, റിക്വയർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് മാച്ചാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നത്. ഓക്കെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് 3864 ജോബ് വേക്കൻസി ഇപ്പോൾ ഇതിനകത്തുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു വേക്കൻസി ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചേക്കും. ഇത് അക്കൗണ്ടൻറ്റിൻ്റെ മാത്രം കാര്യം പറഞ്ഞു കേട്ടോ. ഇതുപോലെ നമുക്കിപ്പോൾ വേറൊരു പോസ്റ്റ് നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സിവിൽ എഞ്ചിനീയർ പോസ്റ്റ് നമുക്ക് കൊണ്ടുവന്ന് നോക്കാം. സിവിൽ എഞ്ചിനീയറിന് 2004 ജോബ് വേക്കൻസിയാണുള്ളത്. അപ്പം ഇതിനകത്ത് നിന്ന് കുറേയൊക്കെ ചിലപ്പോൾ അവർ ലോക്കൽ സിംഗപ്പൂരിയൻസിനെയോ ചൈനീസിനെയോ ഒക്കെ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ എങ്കിലും കുറച്ചെങ്കിലും ഇതിനകത്തുനിന്ന് നമുക്ക് ഫോറിനേഴ്സായ നമ്മളെപ്പോലുള്ള ഇന്ത്യൻസിനുൾപ്പെടെ ജോലി കണ്ടെത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ഇതൊന്ന് മാക്സിമം ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് വേറെ ഒരുപാട് സൈറ്റുണ്ട്. ജോബ് സ്ട്രീറ്റ് അല്ലാതെ തന്നെ വേറെയും ഇൻഡീഡ്, സിംഗപ്പൂർ, ഗംട്രി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സൈറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ വേറെ ഒരെണ്ണം കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വെബ്സൈറ്റ് നമുക്ക് നോക്കാം. ജോബ് കണ്ടെത്താൻ സഹായിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം നമുക്ക് നോക്കാം. ഗംട്രി എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലെ ജോബ് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇപ്പോൾ ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനർ എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ സിംഗപ്പൂരിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ട്. ഇപ്പോൾ സെൻട്രലാണോ ഈസ്റ്റ് ആണോ
മലേഷ്യ ബോർഡറാണോ, നോർത്താണോ, വെസ്റ്റാണോ, എവിടെയാണ് വേണ്ടതെന്ന്. അതായത് ഈ മലേഷ്യ എന്ന് പറയുന്ന രാജ്യം സിംഗപ്പൂരിനോട് അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ബോർഡർ വരെയൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇതിനകത്ത്. അതാണ് ഈ ജോഹർ മലേഷ്യ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സിംഗപ്പൂർ മലേഷ്യ ബോർഡർ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓൾ സിംഗപ്പൂർ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് സെർച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും വേക്കൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ സെയിൽസ് ഇൻറ്റീരിയർ ഡിസൈനർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് നോക്കുന്നതിന് 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബാണ്. ഇപ്പോൾ ഡ്രാഫ്റ്റർ ഇൻറ്റീരിയർ ഡിസൈൻ, സെയിൽസ് ഇൻറ്റീരിയർ ഡിസൈനർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ ലോക്കൽ സിംഗപ്പൂരിയൻസിനെ മാത്രമായിരിക്കും ഹയർ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ അല്ല എന്ന് ഉറപ്പ് വരുത്തി ചെയ്യുക. ഇതിപ്പോൾ സിംഗപ്പൂരിനുള്ളിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറ്റിയ ഒരു സംഭവമല്ല. അപ്പോൾ നമ്മൾ അടുത്ത് വേറെ എണ്ണം നോക്കാം. ഇതേപോലെ ഒരുപാട് വേക്കൻസീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പം നമ്മുടെ ഇപ്പം എന്തായാലും നമ്മൾ അധികം പേരും വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് മാക്സിമം നിങ്ങളൊരു ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 1 അവറെങ്കിലും ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഒരു വിത്തിൻ 1 മന്ത് അല്ലെങ്കിൽ വിത്തിൻ 2 മന്ത്സ് നിങ്ങൾക്ക് നല്ലൊരു ജോബ് കണ്ടെത്താൻ സഹായിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രാഫ്റ്റർ ഫോർ ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് 5 ഡേയ്സ് വർക്ക് എന്നവർ ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ 5 ദിവസം മാത്രമായിരിക്കും ജോലി. ചിലപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് 2 ദിവസം ഓഫ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ നല്ലൊരു ഓഫറാണ്. പിന്നെ ഡ്യൂട്ടി സമയം 10 മണി മുതൽ 7 മണി വരെയാണ്. 1800 മുതൽ 2500 വരെയാണ് സാലറി പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ ജോബ് പോസ്റ്റ് ചെയ്ത ആളുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത അയാളുടെ നമ്പർ നമുക്ക് കിട്ടും. അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഗംട്രിയിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെ ഇതിനകത്ത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറൊക്കെ ആക്സസ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്ത ആളിന് നിങ്ങൾക്ക് റീപ്ലൈ ചെയ്യാം, ഐ ആം ഇൻട്രസ്റ്റഡ്. അതുപോലെ വെൻ ആൻഡ് വെയർ ക്യാൻ ഐ സീ ഇറ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അയാളുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ അതിവിടെ ഒരു കവർ ലെറ്റർ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ പേര് കൊടുക്കാം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം, അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കാം. പിന്നെ ഈ ചൂസ് ഫയൽ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ CV നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് തന്നെ സെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് ബെറ്റർ എന്ന് പറയുന്നത് ഇതിനകത്ത് ലോഗിൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈൻ ഇൻ ചെയ്യുക. ഈ ഒരു സംഭവത്തിനകത്ത് സൈൻ ഇൻ ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ ഈ സൈൻ ഇൻ വെൽക്കം ടു ഗംട്രി എന്ന് പറഞ്ഞു വന്നല്ലോ. ഇപ്പോൾ ലോഗിൻ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വെച്ച് തന്നെ വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കയറാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിനകത്ത് സിംഗപ്പൂരിനുള്ളി എന്നൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ അവരുടെ ഡയറക്റ്റ് മെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഈ രജിസ്ട്രേഷൻ നമ്പർ നമ്പർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അവർക്ക് CV അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിൽ അയക്കുന്ന സമയത്ത് അതുകൂടി അവിടെ മെൻഷൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വേറെ ഒരുപാട് വേക്കൻസീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇതിനകത്ത് സിംഗപ്പൂരിനുള്ളി എന്ന് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇല്ലാത്ത വേക്കൻസീസ് മാത്രം ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്കൊന്ന് മെസ്സേജ് അവിടെ ഇട്ടിരുന്നാൽ മതി. ഞാനതിന് റീപ്ലൈ തരുന്നതാണ്. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ സിംഗപ്പൂരിലേക്ക് ജോലി കണ്ടെത്താനുള്ള ഓപ്ഷൻസ് ഇനിയും എനിക്ക് 1-2 ഓപ്ഷൻസ് കൂടി പറയാനുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ എല്ലാം കൂടെ കാണിക്കുന്നില്ല. വേറെ പാർട്ട് വരുന്നുണ്ട്, അതിനകത്ത് വേറെയും ഓപ്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതിൽ ഞാൻ പറയുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് ജോലി കണ്ടെത്താം എന്നുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ ഇതല്ലാതെ വേറെ ഓപ്ഷൻസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ പാർട്ടും കാണുക. അപ്പോൾ നിങ്ങൾ സിംഗപ്പൂരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോസ് ഇതിൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടുകൾ മുഴുവനായിട്ട് കാണുക. ഇതിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.